പ്രിയപ്പെട്ടവരെ, താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിലെത്തുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. വീണ്ടും ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായിരിക്കുന്നു എന്ന് കേൾക്കുന്നു. വി എസ് രഞ്ജിത്ത്, ആ വിദ്യാർത്ഥിക്ക് മർദ്ദനത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചിരുന്നു, സൈബർ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റൊരു വിദ്യാർത്ഥിക്ക് കൂടി ഈ മർദ്ദനത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തണമോ, ഈ കുട്ടികളെ മറ്റു കുട്ടികളെ പോലെ ഈ മർദ്ദനത്തിൽ പങ്കുള്ളതായി പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പ്രാഥമികമായി അങ്ങനെ പങ്കുണ്ട് എന്ന ഒരു തെളിവിൻ്റെയും അതുപോലെ പ്രാഥമികമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ഇതിൽ മുതിർന്ന ആളുകൾക്ക് പങ്കില്ല എന്നും മറ്റാളുകളെയും പ്രതി ചേർക്കാൻ, അതായത് നേരത്തെ നഞ്ചക്ക് കണ്ടെത്തിയ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയുടെ രക്ഷിതാവിനെ ഉൾപ്പെടെ പ്രതി ചേർക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ഇനി കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ കുട്ടിയുടെ പിതാവിന് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് പങ്കുണ്ടോ, നഞ്ചക്ക് കൊടുത്തയച്ചതാണോ, അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ ഇനി പ്രതി ചേർക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ മർദ്ദനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 5 കുട്ടികളെ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത കുട്ടിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല. അത് അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഈ കുട്ടിക്ക് മർദ്ദനത്തിൽ പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കും. ഓക്കെ, നമുക്കിപ്പം വി എസ് രഞ്ജിത്താണ് ചേർന്നത്. അപ്പോൾ ഇനി 5 കുട്ടികളല്ല 6 കുട്ടികളായി തീരുന്നു എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാം ചാറ്റിലാണ് ഈ കുട്ടി കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നത്. ഇതിൽ ഈ നഞ്ചക്ക് ഉപയോഗിച്ച കുട്ടി അതിൽ പറയുന്ന വാചകം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാനവനെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നല്ലേ, നീ അവൻ്റെ കണ്ണ് കണ്ടോ, കണ്ണില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഷഹബാസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ നഞ്ചക്ക് ഉപയോഗിച്ച കുട്ടി പറയുന്നത്. ഇതിൽ 5 പേർ മാത്രമല്ല 6ാമത്തെ ആൾ കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വി എസ് രഞ്ജിത്ത് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.